മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്നും ആ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്താമെന്നും ആ ഫീൽഡ് ഒരു സോളിനോയിഡിലൂടെ കടന്നു പോകുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. അപ്പോൾ ഓർമ്മയുണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്താണ് ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായിരുന്നു സോളിനോയിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയറിനെ ഈ രീതിയിൽ ഇങ്ങനെ ചുരുട്ടി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു സോളിനോയിഡ്. ആ സോളിനോയിഡിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഈ പറയുന്ന സോളിനോയിഡിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു സാധാരണ ബാർ മാഗ്നറ്റിലുള്ളതുപോലെയാണെന്നും ഇതിൻ്റെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റുമെന്നും പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നും കറണ്ട് മൂവ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് കാന്തത്തിൻ്റെ സൗത്ത് പോൾ ആണെന്നും അല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോൾ ആണെന്നും ഒക്കെ ഉള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റുകളെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ സാധനം എന്താണ് ഈ പറയുന്ന സോളിനോയിഡ് ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നതും. അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, കുറച്ച് കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ് ആർ ഡിവൈസസ് ദാറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് യൂസിങ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി ഉപയോഗിച്ചിട്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന വസ്തു എന്താണോ അതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഹൗ എ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി മെയ്ഡ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒരു ലോങ് കോയിൽ ഓഫ് ഇൻസുലേറ്റഡ് വയറിനെ നമ്മളൊരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ മതി. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, ഒരു ഇരുമ്പ് പോലെയുള്ള വസ്തുവിന് ചുറ്റും ഈ പറയുന്ന നമ്മുടെ കോയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടക്ടിങ് വയറിനെ ചുറ്റി വയ്ക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന കൂടുകയാണ്. കാരണം ഈ പറയുന്ന മെറ്റീരിയലിൻ്റെ ഹിസ്റ്ററീസിസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോപ്പർട്ടിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അത്രയും നോക്കണ്ട, നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. പൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ടേൺസിൻ്റെ എണ്ണം കൂട്ടുക, കറണ്ട് കൂട്ടുക, ഒരു കോർ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാണുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു സോഫ്റ്റ് അയൺ കോർ നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കണ്ടക്ടിങ് വയറുകൾ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിന് ചുറ്റുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇരുമ്പ് തരികൾ വിതറുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ കാണുന്നത് എന്താണ്, ഇതൊരു ബാർ മാഗ്നറ്റ് ആണ് അല്ലേ. എന്താണ്, ഒരു ബാർ മാഗ്നറ്റ് ആണ്, ബാർ കാന്തമാണ്. അപ്പോൾ അതിനുണ്ടാകുന്ന ഫീൽഡ് പോലെ തന്നെയാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു കോറ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് കിട്ടും. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും. എന്ന് വെച്ചാൽ കറണ്ട് ഓൺ ആക്കുമ്പോൾ വരും, അല്ലാത്തപ്പോൾ അത് പോകും. ഇത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ പോളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ, കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രെങ്ത് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, നമ്പർ ഓഫ് ടേൺസിന് ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത്തും കൂടും. അതിൻ്റെ കറണ്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഇതിനിടയിലുള്ള ഗ്യാപ്പ് കുറച്ച് കഴിഞ്ഞാലും എന്ത് പറ്റും, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ പറയുന്ന കോയിലുകൾ ഇങ്ങനെ അടുത്തടുത്താണെങ്കിൽ എന്ത് പറ്റും, സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ദൂരെയാണെങ്കിൽ സ്ട്രെങ്ത് എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വയ്ക്കണം. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് കണ്ടോ, ഈ ഒരു പിക്ചർ നോക്കി വയ്ക്കുക. നമ്മൾ ഇരുമ്പ് തരികൾ ഇട്ടിട്ട് അതിൽ നമ്മൾ ഈ പറയുന്ന ഒരു ബാർ മാഗ്നറ്റിനെ വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഈ കാണുന്ന പോലത്തെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ വയ്ക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അത് വളരെയധികം സെയിം ആണ്. പക്ഷേ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള വ്യത്യാസം? പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റിനെയും ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡിനെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എങ്ങനെ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. അറിയാലോ, ഒന്ന് ബാർ കാന്തത്തിലെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് പെർമനൻ്റ് ആണെന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിന് ചുറ്റും എപ്പോഴും എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല അല്ലേ. നമുക്കത് ഓണാക്കാനോ ഓഫാക്കാനോ ഒന്നും പറ്റത്തില്ല. എന്നാൽ ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡിൽ നമുക്ക് പെർമനൻ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കതെന്തെന്ന് പറയാൻ പറ്റും, അത് ടെമ്പററി ആണെന്ന് പറയാനായിട്ട് പറ്റും അല്ലെ. എന്താണത്, ടെമ്പററിയാണ്. കാരണം നമ്മൾ കറണ്ട് ഓണാക്കുമ്പോഴേ വരുള്ളൂ, അല്ലാത്തപ്പോൾ അത് പോകും. ഇനി മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി വേരീഡ്, ശരിയാണ് അല്ലെ. നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലോ അല്ലെങ്കിൽ കറണ്ട് കൂട്ടിയാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ ഇൻസർട്ട് ചെയ്താലോ ഒക്കെ ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിന് അല്ലെങ്കിൽ ഒരു സോളിനോയിഡിൻ്റെ കാന്തിക ശക്തി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പക്ഷേ ബാർ മാഗ്നറ്റിലാണെങ്കിലോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
അതിൻ്റെ ഉള്ള സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റത്തില്ല. അതിനെന്താണോ ഉള്ളത് അത് തന്നെ. കാലം കഴിയുമ്പോൾ അതിലിപ്പോൾ കുറഞ്ഞെന്ന് വരാം, പക്ഷേ കൂട്ടലൊന്നും നടക്കുന്ന കാര്യം അല്ല. ഇനി പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്ഡ്. ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ആയിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സാധനം ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഓക്കെ, പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും, പറ്റും. എന്ത് ചെയ്താൽ മതി? കറണ്ട് ഫ്ലോ ഡയറക്ഷൻ മാറ്റിയാൽ മതി. അല്ലെ, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനിവിടെ നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിസം എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ കറണ്ട് ക്യാരിങ് സോളിനോയിഡിൽ നമുക്ക് ഇത് ടെമ്പററി ആണ്, നമുക്ക് മാറ്റാനായിട്ട് പറ്റും. മാഗ്നറ്റിക് സ്ട്രെങ്ത് കനോട്ട് ബി വേരിയഡ്. സ്ട്രെങ്ത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പോൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ പോൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ്, അതുപോലെ തന്നെ ഈ പറയുന്ന കറണ്ട് ക്യാരിങ് സോളിനോയിഡ് തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു മെയിൻ ഭാഗം എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള കാര്യം നമ്മളിപ്പോൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ഇത്തരമുള്ള ക്രെയിനുകൾ നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഷോർട്സിലോ കണ്ടിട്ടുണ്ടാവും അല്ലേ? വലിയ കാറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൊളുത്തിപ്പൊക്കുന്നതാണ് സാധാരണ രീതി. എന്നാൽ കൊളുത്തിപ്പൊക്കാതെ കാന്തം ഉപയോഗിച്ച് അട്രാക്ട് ചെയ്ത് പിടിപ്പിച്ച് നമുക്ക് പൊക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഉള്ള ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഏത് നേരവും ഒറ്റിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് കാറിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആക്ടിവേറ്റ് ആവും, കാറിനെ ഒട്ടിച്ചെടുക്കും. പൊക്കിയെടുക്കുന്നു, വിടേണ്ട സമയമാകുമ്പോൾ എന്ത് ചെയ്യും? സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും, തറയിപ്പോൾ. അപ്പോൾ ഇതാണ് ക്രെയിനുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി മാഗ് ലെവൽ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. എന്താണ്? മാഗ്നറ്റിക് ലെവിറ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ട്രെയിൻ. അതാണ് ഈ മാഗ് ലെവ് എന്ന് പറയുന്നത്. MAG എന്ന് വെച്ചാൽ മാഗ്നറ്റിക്, ലെവ് എന്ന് വെച്ചാൽ ലെവിറ്റേഷൻ. സിമ്പിളായിട്ട് നിങ്ങൾ ഒരു കാന്തം എടുക്കുക, ഓപ്പോസിറ്റ് പോളുകളുണ്ടല്ലോ, റിപ്പൽ ചെയ്യുമെന്നറിയാമല്ലോ. അപ്പോൾ നമുക്കൊരു കാന്തം വെച്ചിട്ട് മറ്റൊരു കാന്തത്തിന് ഓപ്പോസിറ്റ് പോൾ വെച്ചാൽ ഇവർ പരസ്പരം തട്ടാതെ ഈ മാഗ്നറ്റിക് സ്ട്രെങ്തിൻ്റെ പുറത്ത് പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇതാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്, പൊക്കി നിർത്താൻ പറ്റുന്ന പരിപാടി. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ പോലെയുള്ള ട്രെയിനുകൾ. അതിലെന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിനകത്ത് ഒരു കാന്തം ഉണ്ടാവും, ട്രാക്കിൽ ഒരു കാന്തം ഉണ്ടാവും. കറക്റ്റ് ഓർഡറിൽ ഇതിൻ്റെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. രണ്ടിനെയും ഇപ്പോൾ ഇത് നോർത്ത് ആകുമ്പോൾ പൊങ്ങും, തൊട്ടടുത്തിലോട്ട് മാറുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കിട്ടും. അങ്ങനെ ഇങ്ങനെ ചാടി പോകുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ട്രെയിനിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതാണ് സംഭവം എന്ന് പറയുന്നത്. മാഗ്ലെവ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഇനി MRI സ്കാനർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു കാന്തം ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. ആ ഫീൽഡ് വെച്ചിട്ടാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പടമൊക്കെ എടുക്കുന്നത്. ഭയങ്കര സൗണ്ടാണ് ഇതിനകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെവി അടിച്ചു പോകുന്ന രീതിയിൽ സൗണ്ടൊക്കെയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ മെറ്റൽ ഒബ്ജക്റ്റുകളൊന്നും കൊണ്ട് കയറിക്കൂടാന്ന് പ്രത്യേക ഫ്രണ്ട് എഴുതിക്കും. നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യത്തെ പേജിലും അപ്പോൾ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അല്ലേ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാന്തം, നമ്മൾ കാന്തത്തിനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാന്തം പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് കയറിയാൽ എന്ത് പറ്റും? ഈ പറയുന്ന കാന്തം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ സാധനത്തിലോട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് പോകും. നിങ്ങൾ MRI സ്കാനറിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ അടിച്ചു നോക്കിയാൽ അതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇരുമ്പ് കസേരയും സംഭവങ്ങളൊക്കെ എന്താണ് ഇതിനകത്തോട്ട് ഭയങ്കര ഫോഴ്സിൽ അട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യും? വരും. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു. അതിനകത്ത് എന്തോ ഇങ്ങനെ ഒരു സീനുണ്ട്. ആളെ തന്നെ ഇങ്ങനെ ഒടിച്ചു മടക്കാനകത്തായി പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. സംഭവം അതപ്പോൾ ഡേഞ്ചറാണ്, അത് ഓർത്ത് വയ്ക്കുക. MRI സ്കാൻ എടുക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ ആർക്കും തന്നെ. എങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മെറ്റൽ ഒബ്ജക്റ്റുകളൊന്നും കൊണ്ട് അകത്ത് കയറാൻ പാടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നാണ് ഇലക്ട്രിക് മോട്ടോർ. അതാണ് നമുക്ക് അത്ര പരിചയമില്ലാത്തത്. നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ട് തന്നെയാണ്? ഇലക്ട്രിക് മോട്ടോറിനെ പറ്റി തന്നെ ആണ്. അപ്പോൾ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ നമുക്ക് ഈ പറയുന്ന കറങ്ങുന്ന മെക്കാനിക്കൽ എനർജിയാക്കി തരുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മോട്ടറിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊരു ബോധവൽക്കരണത്തിന് വേണ്ടി കുറച്ച് സംഭവം തന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ MRI മെഷീനകത്ത് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഓർണമെൻറ്റുകൾ അല്ലെങ്കിൽ മെറ്റലുകളുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇലക്ട്രിക് മോട്ടോറിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോറിൽ നമുക്ക് കാന്തമുണ്ട്, പക്ഷേ ഇതിന് ചുറ്റും ഒരു മെറ്റൽ കവറിങ് കൊടുത്തിട്ടുള്ള കണ്ടായിരുന്നു. ഈ മെറ്റൽ കവറിങ് ഇതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്തിക ഫീൽഡിനെ ഷീൽഡ് ചെയ്ത് പുറത്തോട്ട് പോകാതെ എന്ത് ചെയ്യും? തടഞ്ഞു നിർത്തും. MRIയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം എങ്കിൽ നമുക്ക് കറക്റ്റ് ഇമേജ് കിട്ടാത്തതുകൊണ്ട് നമ്മളവിടെ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ബാക്കി ഉപയോഗിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇത്രയുള്ള സംഭവം. ഓക്കെ, റെഡിയല്ലേ?
ഇവിടെ സംഭവം MRIൻ്റെ മാഗ്നറ്റിക് ഷീൽഡിങ്ങിന് ഞാൻ ആ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു വിട്ടാൽ മതി, വേറെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ട. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്, ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറയാൻ നോക്കാം. The figures of the current carrying conducting loop are given below. Which figures give the correct representation of the magnetic polarity? ഇവിടെ ഒന്നുമില്ല, ഇവിടെ നോക്കിയേ, നമുക്ക് ബാറ്ററി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വലിയ വര എന്ന് പറയുന്നത് പോസിറ്റീവും ചെറിയ വര എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. കറണ്ട് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നെഗറ്റീവിലോട്ടാണ് പോകുന്നത്, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. സോ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പക്ഷെ നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ അതെപ്പോഴും എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോർത്ത് പോൾ എന്നാണ്. അപ്പോൾ ഈ പിക്ചർ തെറ്റാണ്. ഇവിടെ ആണെങ്കിലോ ഇതാ ഇങ്ങനെ കണ്ടോ, ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുമ്പോൾ ഇത് സൗത്ത് പോൾ. അപ്പോൾ ഈ ഫിഗർ ശരിയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ബാറ്ററിയുടെ പൊസിഷൻ മാറി, കണ്ടോ, ഇവിടെ വലതുവശത്ത് പോസിറ്റീവ്, ഇടതുവശത്ത് നെഗറ്റീവാണ്. അപ്പോൾ കറണ്ട് എങ്ങനെയാണ്? ഇങ്ങനെയാണ് പോകുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസാണ് പോകുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നോർത്ത് പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ ആണെങ്കിലോ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് മൂവ് ചെയ്യുന്നു, പക്ഷേ സൗത്ത് പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റാണ്. അപ്പോൾ ബിയും സിയുമാണ് നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളെന്ന് പറയുന്നത്. പിടികിട്ടിയ സംഭവം എന്താണെന്ന് വേറൊന്നുമില്ലടാ. ഇവിടെ നോക്കിയേ, ഇവിടെ കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ക്ലോക്ക് ഓടുന്ന ദിശയിലല്ലേ ആ ലൂപ്പിലൂടെ കറണ്ട് പോകുന്നത്. അപ്പോൾ അത് സൗത്ത് പോൾ അല്ലേ? ശരിയല്ലേ? ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങനെ കറണ്ട് പോകുന്നത്, ഇങ്ങനെ പോയിട്ട് ഇത് ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് പോകുമ്പോൾ നോർത്ത് പോൾ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോൾ ഇതും ശരി. പക്ഷേ ഇവിടെ തെറ്റ്, ഇവിടെ എന്താണ്? തെറ്റാണ്. അതേ ലോജിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉത്തരം പറയാൻ നോക്കി. ഇതൊരു സോളിനോയിഡാണ്. സോളിനോയിഡ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വന്ന് കറങ്ങിയാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. മാഗ്നറ്റിക് പൊളാരിറ്റി അറ്റ് ദ എൻഡ് എ എന്ന് പറയുന്ന എൻഡിൻ്റെ പൊളാരിറ്റി എന്താ നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഇത് ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? അതെ, കറണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ട് തോന്നുന്നില്ലേ? ഇവിടെ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും? അത് സൗത്ത് പോൾ ആയിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ കറങ്ങുന്നത് അല്ലേ? എനിക്കങ്ങനെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ക്ലോക്ക് വൈസ് സൗത്ത് പോൾ. ഇവിടെ എത്തുമ്പോൾ അപ്പോൾ എന്തായാലും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ എ എന്ന് പറയുന്നത് സൗത്ത് പോളും എൻ്റെ ബി എന്ന് പറയുന്നത് നോർത്ത് പോളുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ശരി, തീർന്നു, പരിപാടി തീർന്നു. ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ പരിപാടി തീർന്നു. നമ്മൾ അടുത്ത നേരെ ഇതിലോട്ട് പോകാൻ പോവുകയാണ്, മോട്ടോറിലോട്ട് പോകാൻ പോവുകയാണ്. ഇനിയാണ് നമ്മുടെ റിയൽ പരിപാടി തുടങ്ങുന്നത്. ഇലക്ട്രിക് മോട്ടോർ. എന്താണ് ഇലക്ട്രിക് മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം പറ, വാട്ട് ഈസ് എൻ ഇലക്ട്രിക് മോട്ടോർ? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി, ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളണേ. ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് മോട്ടോർ. ഒന്നാമത്തെ പോയിന്റ് എന്തുവാണ്? ആലോചിച്ച് നോക്കിയാൽ, മോട്ടോർ വീട്ടിലെ പമ്പ് സെറ്റ് വർക്ക് ആവണമെങ്കിൽ കറണ്ട് വേണ്ടേ? ഇല്ലാതെ പറ്റുമോ? ഇല്ലല്ലോ. സോ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും റൊട്ടേഷൻ എനർജി, അതിനാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് മോട്ടോർ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നതിന് പിന്നിൽ ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നോക്കിയേ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. എന്തുവാണ്? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നാൽ അതിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ പറയുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. വളരെ സിമ്പിളാണ്. ഒരു കാന്തത്തെ എടുത്ത് നമ്മളിങ്ങനെ തറയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നോർത്ത് പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ഒരു കാന്തം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കാന്തം, ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഒരു കാന്തം, ഇതാണ് കാന്തം, ഇതാണ് കാന്തം. ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് നോർത്ത് പോൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, നോർത്ത് പോളിൽ നിന്ന് മുകളിലോട്ടാണ് എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഈ പേന കുത്തി വെച്ചേക്കുന്ന ദിശയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അറിയാമല്ലോ, തറയിൽ ഇതുപോലൊരു കാന്തം വെച്ചിട്ടുണ്ട്. അതിൻ്റെ നോർത്ത് പോൾ ഇവിടെ പടത്തിൽ നോക്കുമ്പോൾ കാണാമല്ലോ, നോർത്ത് പോൾ കാണാമല്ലോ. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? നേരെ കുത്തനെ മുകളിലോട്ടാണ്. ഈ അക്രിലിക് ഷീറ്റിൻ്റെ നേരെ കുത്തനെ മുകളിലോട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതവിടെ ഇരുന്നോട്ടെ. ഇവിടെയും എന്ത് വെച്ചിട്ടുണ്ട്? 2 മെറ്റൽ ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട്. ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ ഒരു ടെർമിനൽ എടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ചുവപ്പ് പോസിറ്റീവ് ടെർമിനലാണ്. ഇതെടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പോസിറ്റീവ്. അടുത്ത നെഗറ്റീവ് ടെർമിനൽ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇവിടുന്ന് ഇങ്ങനെ വന്നു, സ്വിച്ച് കയറി, വന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, പോയി. ഓക്കെ, അങ്ങോട്ടും കൂടെ കറണ്ട് പോവും, ഇങ്ങോട്ടും കൂടെ വരും. അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ എങ്ങനെയാണ്? വന്നു, പോയി, ഇവിടെ എത്തി, അടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, അടുത്ത് ഇങ്ങോട്ട് പോയി. ഇതാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ.
അപ്പോൾ ഇതവിടെ ചെയ്തേക്കുന്നത് 2 പീസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് എക്രോസ് ആയിട്ട് AB എന്ന് പറയുന്ന ഒരു ചെറിയ കണ്ടക്ടറും വെച്ചിട്ടുണ്ട്. ശരി, നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ സംഭവം എന്താണ്? ഇങ്ങനൊരു കാന്തം വെച്ചു, കാന്തത്തിൻ്റെ നോർത്ത് പോളാണ്. അതിൽ ഇങ്ങനെയും അതുപോലെ ഇങ്ങനെയും എന്ത് വെച്ചു, കാണാവോടെ നിങ്ങൾക്ക് കാണാവോ? ഇതെല്ലാം തറയിപ്പോയി. ഇതാ നോക്കിയോ, ഇതൊരു മാഗ്നറ്റ്, അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു കണ്ടക്ടർ വെച്ചു, ഇങ്ങനൊരു കണ്ടക്ടർ വെച്ചു. ഇതിന് എക്രോസ് ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്ത് വെച്ചിട്ടുണ്ട്? ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടർ കാണിച്ചു തരാനായിട്ട് എൻ്റെ കൂടെ പേനയൊന്നുമില്ല. അതിന് എക്രോസ് ആയിട്ട് ഇങ്ങനെ കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കറണ്ട് കൊടുത്തു, ഇവിടെയും കറണ്ട് കൊടുത്തു. കറണ്ട് ഇങ്ങനെ വന്നു, ഇതിലൂടെ പോവും, എന്നിട്ട് ഇത് നടക്കുള്ളതിലൂടെ പോവും, എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോകും. അതാണ് സംഭവം. കിട്ടിയല്ലോ, കാര്യം കിട്ടിയല്ലോ. ഇനി സംഭവം ഞാൻ പറഞ്ഞില്ല, നോക്കിയോ. ഇപ്പോൾ എന്താ സംഭവം? നമ്മൾ 2 കണ്ടക്ടേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിന് എക്രോസ് ആയിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ ദിശയായിട്ട് ക്യൂവും പിയും ദിശ കാണിച്ചിട്ടുണ്ട്, ഡയറക്ഷനാണ്, നോർത്ത് പോൾ കാണിച്ചിട്ടുണ്ട്, കറണ്ട് കൊടുത്തു. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും എന്താണ്. നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടക്ടർ ക്യൂ എന്ന് പറയുന്ന ദിശയിലോട്ട് ഉരുണ്ട് പോകും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന കണ്ടക്ടർ എന്ത് പറ്റും? ഇങ്ങനെ കണ്ടക്ടർ എന്ത് പറ്റും? ക്യൂ എന്ന ദിശയിലോട്ട് ഉരുണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ക്യൂ എന്ന ദിശയിലോട്ട് ഉരുണ്ട് പോയത്? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും അതിനകത്തൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും ഇരിക്കുകയാണ്. ഈ പറയുന്ന കാന്തത്തിന് സ്വന്തമായിട്ടൊരു കാന്തിക ഫീൽഡ് ഉണ്ടല്ലോ, ഓൾറെഡി പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. അതിനിപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാലും ഇല്ലെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടല്ലോ. എന്നാൽ ഈ കണ്ടക്ടർ നമ്മൾ പറഞ്ഞു, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാവും? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പഠിച്ചില്ലേ? ഇതല്ലേ ആദ്യം പഠിച്ചത്. അതുപോലെ ഈ പറയുന്ന AB എന്ന് പറയുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ താഴെ ഇരിക്കുന്ന റൗണ്ട് മാഗ്നറ്റ് ഉണ്ടല്ലോ, അതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തതിന് പകരം ഉണ്ടായ ഒരു ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്തത്? ഈ AB ഉരുണ്ട് ക്യൂവിലോട്ട് വന്നത്. ഇനി ചോദ്യങ്ങളോട്ട് വരാം. വാട്ട് ഡു യു ഒബ്സർവ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? എന്ത് പറ്റും? ദ കണ്ടക്ടർ AB എന്ത് ചെയ്യും? വിൽ മൂവ് എന്നോ റോൾ എന്നോ എന്തെങ്കിലും പറയാം. ഇൻ വിച്ച് ഡയറക്ഷൻ ദ കോപ്പർ വയർ AB മൂവ്ഡ്? AB ആദ്യം നമ്മൾ ഈ കണ്ട സെറ്റപ്പിൽ ഓൺ ആക്കുമ്പോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടുവേർഡ്സ് ക്യൂ ആണെന്ന്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് റിവേഴ്സിങ് ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി. അങ്ങോട്ടും മാറ്റം പറഞ്ഞു, ഇത് നെഗറ്റീവ് ആക്കി, ഇത് പോസിറ്റീവ് ആക്കി. അപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? തിരിച്ച് ഫ്ലോ ചെയ്യും. എങ്ങനെ ഫ്ലോ ചെയ്യും? തിരിച്ച് ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്തപ്പോൾ ഈ പറയുന്ന കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാതെ ഞാൻ പറയും P എന്ന് പറയുന്ന ദിശയിലോട്ടായിരിക്കും അത് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ചുമ്മാ അല്ല പറയുന്നതിന് കാരണമുണ്ട്, ഇപ്പോൾ പറഞ്ഞുതരാം. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ പ്ലേസിങ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഫേസിങ് അപ്വേർഡ്സ്. ഇവിടെ നോർത്ത് പോൾ അല്ലേ ഇരിക്കുന്നത്, ഇത് മാറ്റിയിട്ട് ഇവിടെ സൗത്ത് പോൾ ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. സൗത്ത് പോൾ ആക്കിയിട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറഞ്ഞു? റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ പ്ലേസിങ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഫേസിങ് ദ അപ്വേർഡ്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ റിവേഴ്സിങ് ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആദ്യം ഇരുന്ന അതേ അവസ്ഥയിലോട്ട് ബാറ്ററി പൊളാരിറ്റി കൊണ്ടുവരിക. പക്ഷേ നോർത്ത് പോൾ എന്നുള്ളതാക്കി സൗത്ത് പോൾ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോഴും ഈ പറയുന്ന സാധനം മൂവ് ചെയ്യും. പക്ഷേ മൂവ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? P ദിശയിലോട്ടായിരിക്കും. വാട്ട് ഡു യു ഒബ്സർവ് ദ പൊളാരിറ്റി ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് റിവേഴ്സ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? അത് ക്യൂവിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിടിയിട്ടിയുടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഈ എക്സ്പെരിമെൻറ്റ് ഇതേ സെറ്റപ്പ് ചെയ്തു. ഇതേ സെറ്റപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ സാധനം ഈ പറയുന്ന AB ക്യൂവിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ബാറ്ററി പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നതാണ് കണ്ടത്? ക്യൂവിലോട്ട് മൂവ് ചെയ്യുന്നതാണ് കണ്ടത്. ശരി, അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഈ കാന്തത്തിൻ്റെ ദിശ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പൊളാരിറ്റി പഴയ പോലെ ആക്കുക. അതായത് ആദ്യത്തെ പോലെ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, പക്ഷേ ഇത് മാത്രം എന്തായി? നോർത്തിന് പകരം സൗത്തായി. അപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്യൂവിലോട്ടല്ലേ പോയേ, പക്ഷേ ഇപ്പോൾ കാന്തത്തിൻ്റെ ദിശ ചേഞ്ച് ചെയ്തപ്പോൾ അത് എങ്ങോട്ട് പോയി? Pയിലോട്ട് പോയി. അടുത്ത് ഈ പറയുന്ന ഫീൽഡൊന്ന് ചേഞ്ച് ചെയ്യാനാണ് പറയും. ഇത് പോസിറ്റീവ് ആക്കി, ഇത് നെഗറ്റീവ് ആക്കി. എന്നിട്ട് നോക്കിയപ്പോൾ എന്ത് പറ്റി? ആദ്യം അങ്ങനെ വെച്ചപ്പം Pയിലോട്ടാണ് പോയെങ്കിൽ ഇപ്പോൾ എന്ത് പറ്റി? അത് ക്യൂവിലോട്ട് പോയി. എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ദിശ ചേഞ്ച് ചെയ്തപ്പോഴും കാന്തത്തിൻ്റെ ദിശ ചേഞ്ച് ചെയ്തപ്പോഴും AB എന്ന കണ്ടക്ടർ മൂവ് ചെയ്ത ദിശ ചേഞ്ച് ചെയ്തു. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ കണ്ടക്ടർ AB മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ബിഫോർ? എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചപ്പോൾ അല്ലേ? വാട്ട് ഡു യു ഒബ്സർവ് ദ പൊളാരിറ്റി ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്? രണ്ടും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു.
അപ്പോൾ എന്ത് പറ്റി? രണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം പോകുന്ന പോലെ പോകും അല്ലേ? ഇവിടെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്? ഒരു ചെറിയ സംശയമുണ്ട്. ഒരു സെക്കൻഡ് നിൽക്ക്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ പ്ലേസിംഗ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഫേസിങ് അപ്വേർഡ്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ റിവേഴ്സിംഗ് ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി. വാട്ട് ഡു യു ഒബ്സർവ്? എനിക്ക് തോന്നണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞ എന്നൊരു ചെറിയ തിരിവുണ്ട്, വേറൊന്നുമില്ല. നമ്മൾ ഇതിനെ സൗത്ത് പോൾ ആക്കിയിട്ട് കറണ്ടിനെ തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയുമ്പോൾ ആദ്യമുള്ളതിന് ഓപ്പോസിറ്റ് പോലല്ലേ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആക്കാനായിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്ത് പോയിട്ടുണ്ടാവില്ല. പിയിലോട്ടായിരിക്കും ഇത് പോയത്. അങ്ങോട്ടായിരിക്കും പോയത്, പിയിലോട്ടായിരിക്കും പോയത്. ഞാൻ അങ്ങനെ തന്നെയല്ലേ നേരത്തെ എഴുതി വെച്ചിരുന്നത്, മണ്ടത്തന്നല്ലേ? പിയിലോട്ട്, ഇപ്പോൾ എന്താണ് ക്യൂവിലോട്ട്. കറക്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പോയത്? തിരിഞ്ഞിട്ടില്ല. ഓക്കെ എൻ്റെ സംശയം എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് ഡൗട്ട് പറ്റിയതാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ആദ്യം പറഞ്ഞു തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഓക്കെ, മാറ്റമൊന്നുമില്ല. അപ്പോൾ സംഭവം എന്താണ്? വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ആദ്യം കറണ്ട് കൊടുത്തപ്പോൾ അത് ക്യൂവിലോട്ട് പോയി. കറണ്ട് ചേഞ്ച് ചെയ്തപ്പോൾ അത് പിയിലോട്ട് പോയി. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തപ്പോഴും എന്ത് പറ്റി? അത് ഇതേ ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഓർ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ചേഞ്ച് ചെയ്താൽ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടറും ചേഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ദിശയെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയെയും ഈ പറയുന്ന കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടായല്ലോ, ആ ഫോഴ്സ് കാരണമല്ലേ മൂവ് ചെയ്തത്, അത് ഡിപ്പെൻഡ് ചെയ്തു. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ് ടുഗദർ, ഒരുമിച്ച് റിവേഴ്സ് ചെയ്താൽ ഈ പറയുന്ന കണ്ടക്ടർ സെയിം ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. എവിടെ മൂവ് ചെയ്യും? സെയിം ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് ഒറ്റ കാര്യം മനസ്സിലായി. ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, ഈ കണ്ടക്ടറിൽ ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അത്രയും പിടികിട്ടിയോ? അത്രയേ ഉള്ളൂ സംഭവം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാതെ ഇത് കാണാതെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സാധനം നമുക്ക് എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്നും കണ്ടുപിടിക്കേണ്ട. അതിന് നമുക്ക് കണ്ടുപിടിക്കുക റൂളുണ്ട്. ആ റൂളിൻ്റെ പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്തുകൊണ്ടാണ്? രണ്ടും കാന്തമല്ലേ, അപ്പോൾ കാന്തങ്ങൾക്കിടെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല, ആ ഫോഴ്സ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നിയമത്തിൻ്റെ പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ആ നിയമത്തിൻ്റെ പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ടക്ടറിൽ നമ്മൾ ആദ്യം നമുക്കിവിടെ എന്തൊക്കെ അറിയാം? നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് നമ്മളാണ് കൊടുക്കുന്നത് അല്ലേ? ഇവിടെ കാന്തം വെച്ച് നമ്മളാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത് നോക്കിയിട്ട് അങ്ങോട്ട് എന്തിനു വയ്ക്കുക? അങ്ങോട്ട് നമ്മൾ നമ്മുടെ എന്തിനു വയ്ക്കണം? ഈ പറയുന്ന എന്താണ് ഈ മിഡിൽ ഫിംഗറിന് വയ്ക്കണം. ഏതിന് വയ്ക്കണം? മിഡിൽ ഫിംഗറിന് വയ്ക്കണം. ഓക്കെ, അങ്ങനെയല്ലേ പറയുന്നത്? അല്ല, ഈ ഫിംഗറിന് വയ്ക്കണം. ഏതിനെ? നമ്മുടെ ചൂണ്ടുവിരലിന് വയ്ക്കണം. ചൂണ്ടുവിരൽ. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇരിക്കുന്ന ചൂണ്ടുവിരൽ വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിന് പെർപെൻഡിക്കുലറായി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ ആര് വയ്ക്കണം? മിഡിൽ ഫിംഗറിന് വയ്ക്കണം. ആര് വയ്ക്കണം? മിഡിൽ ഫിംഗറിനെ വയ്ക്കണം. എങ്കിൽ നമ്മുടെ തമ്പ് എങ്ങോട്ടാണോ തുറക്കുന്നത്, തമ്പ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, അങ്ങോട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങോട്ടായിരിക്കും എന്താ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോ, ഈ പടം നിങ്ങളും വെച്ചിട്ട് അതുപോലെ നോക്കിക്കോ. ഇവിടെ നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നേരെയാണ് എന്തിരിക്കുന്നത്? ചൂണ്ടുവിരലിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. എന്തിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത ABL കണ്ടക്ടർ, അതിന് നേരെയാണ് ഞാൻ ഇതിൻ്റെ വിരൽ വെച്ചേക്കുന്നതെങ്കിൽ നോക്ക്, തമ്പ് ഇങ്ങോട്ടല്ലേ വരുന്നത്? ക്യൂവിൻ്റെ ഡയറക്ഷനോട്ടല്ലേ തമ്പ് വരുന്നത്? ക്യൂവിൻ്റെ ഡയറക്ഷനോട്ടല്ലേ തമ്പ് വരുന്ന ക്യൂവിൻ്റെ ഡയറക്ഷനോട്ടല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റായോ? അങ്ങോട്ട് മൂവ് ചെയ്തോ? ഇനി തിരിച്ചു വന്നു നോക്കിയേ, നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാക്കി? ബിയിൽ നിന്ന് എയിലോട്ടാക്കുമ്പോൾ കൈ തിരിഞ്ഞോ? അങ്ങോട്ടായോ? ഇനി എൻ്റെ കൈ തിരിയത്തില്ല, അതുകൊണ്ടാണ്. തിരിഞ്ഞോ? അപ്പോൾ തമ്പ് തുറക്കുമ്പോൾ തമ്പ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ക്യൂവിലോട്ടല്ലേ? പിയിലോട്ടല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. ഈ പറയുന്ന നിയമം ഉപയോഗിച്ച് നമുക്ക് ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിയമം പറയുന്നത് എന്താണ്? നിയമം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോക്കിയോ, ഹോൾഡ് ദ തമ്പ് ഓക്കെ, തമ്പ്, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, അതിനാണ് ഞാൻ മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞത് കേട്ടോ. വേറെ അർത്ഥമൊന്നും വിചാരിക്കരുത്. ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ് എടുക്കണം, പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. മൂന്നും ഇങ്ങനെ ഇവരും തമ്മിലുള്ള ആംഗിൾ 90, ഇവനും തമ്മിലുള്ള ആംഗിൾ 90 വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത് ഈ ഫിംഗർ, ഇതല്ലേ ഫസ്റ്റ് ഫിംഗർ. ഇതെന്തിനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ കാന്തം എങ്ങോട്ടാണ് ഇരിക്കുന്നത്? മുകളിലോട്ടല്ലേ? അപ്പം അങ്ങനെ വെച്ചു. സെക്കൻഡ് ഫിംഗർ എന്തിനെ കാണിക്കും? കറണ്ടിൻ്റെ ഡയറക്ഷനെ കാണിച്ചില്ലേ? ഇതാണ് സെക്കൻഡ് ഫിംഗർ.
എങ്കിൽ തമ്പ് ഉണ്ടല്ലോ, തമ്പ് എന്തിനെ കാണിക്കും? തമ്പ് ഫോഴ്സിൻ്റെ ഡയറക്ഷനെ കാണിക്കും. തമ്പ് ഓണസദ്യ കഴിച്ച് വയറ് സുഖമില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അതാണ് എന്തിനെ കാണിക്കുന്നത്? ഫോഴ്സിൻ്റെ ഡയറക്ഷനെ കാണിക്കും. ഇത് സിമ്പിളായിട്ട് നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഫാദർ, മദർ, ചൈൽഡ്. ഫാദർ, മദർ, ചൈൽഡ്. ഫാദറിൻ്റെ എഫ് ഫോഴ്സ്, മദറിൻ്റെ എം മാഗ്നറ്റ്, ചൈൽഡിൻ്റെ സി കറണ്ട്. ഫാദർ, മദർ, ചൈൽഡ് അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇവർ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അടുത്ത ക്ലാസ്സിൽ ഞാനിത് ഒന്നുകൂടി ഈ ഫോഴ്സിൻ്റെ നിയമം പറഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ട് പോകും? മോട്ടറിൻ്റെ വർക്കിങ്ങിലോട്ട് പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഏതാണ്ട് കുറേ സമയമായി. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഓക്കെ, ഡൗട്ടൊന്നും വേണ്ട. ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. ഇവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം പറഞ്ഞ തന്നെ ഓർത്ത് വെച്ചാൽ ആദ്യം വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.